വെൽക്കം ബാക്ക്. നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽസ് ഉണ്ടായി തന്നെ നല്ല സ്കോർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. ചെറിയ വീഡിയോ ആണ്, കാര്യങ്ങൾ പറയാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളെ അറ്റോമിക്സ്, ബയോഹാക്ക്, ഇനർഷ്യ ഈ ബുക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഈ ഒരു വീഡിയോയിൽ. ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാകും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് ഇതാണ്. ഇത്രയും ബുക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇതെന്താണ്, ഇത് ഏതാ ബുക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഈ ബുക്ക് എന്ന് പറഞ്ഞ കയ്യിൽ അറ്റോമിക്സ് ആണ്. അറ്റോമിക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബുക്കിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പറയാം. ഇത് കെമിസ്ട്രിയുടേതാണ്. കെമിസ്ട്രിയുടെ ബുക്കാണ് അറ്റോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രണ്ട് പേജ് ഇതാണ്, ബാക്ക് പേജ് ഇതാണ്. ഓക്കെ, അപ്പൊ കെമിസ്ട്രിയുടെ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, എക്സാം പേപ്പർ സെറ്റ് ആണ്. നിങ്ങൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ വീക്കിലി എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു എക്സാമിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾ ഒരു വീട്ടിലിരുന്ന് കൊണ്ട് പെൻ പേപ്പർ OMR വഴി നിങ്ങൾ എക്സാം എഴുതണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും പ്രൊവൈഡ് ചെയ്യാത്തൊരു കാര്യമാണ് ചാപ്റ്റർ വൈസ് എക്സാം പേപ്പർ സെറ്റ്. അത് ഓഫ്ലൈൻ ആയിട്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ ഒരു നീറ്റിന്റെ ബുക്കിലേക്ക് എങ്ങനെ കാണാൻ പറ്റുക, അതുപോലെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഡെഫിനറ്റ്ലി. പിന്നെ ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് പേജിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ചാപ്റ്ററിന്റെ പേരുകളും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ളത്. ചാപ്റ്ററിന്റെ പേരുകളും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ചാപ്റ്ററിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റ് 3 തവണയാണ് ഇത് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഓരോ തവണ ആ ഒരു ചാപ്റ്ററിൽ കിട്ടിയ മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. കെമിസ്ട്രിയിൽ നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. വിത്തിൻ 40 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ചെയ്യണം. അപ്പൊ അത് വളരെ അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൊല്യൂഷൻ എന്തുണ്ടാവും, നിങ്ങൾക്ക് ബാക്കിൽ സൊല്യൂഷൻ കിട്ടും ചെയ്യും. ഓക്കെ, അപ്പൊ കെമിസ്ട്രിയുടെ ഒരുപാട് ബുക്സ് നമ്മളുണ്ട്, കയ്യിലുണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറയാനുള്ളത് ഇനർഷ്യ ആണ്. ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ, ഫോർ ഫിസിക്സ് ആണ്. ഇനർഷ്യ അത്യാവശ്യം നല്ല കട്ടിയുള്ള ബുക്കാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് പേജ് ഇതാണ്, ഫ്രണ്ട് പേജ് ഇതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ പെൻ പേപ്പർ OMR വഴി നിങ്ങൾ എഴുതണം. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട് പേജ് തുറന്നു കഴിഞ്ഞാൽ നോർമൽ നിങ്ങൾക്ക് ആ കെമിസ്ട്രി കാണിച്ച പോലെ തന്നെ അതിലെന്താണ് ഉള്ളത് അതുപോലെ തന്നെയാണ് 3 തവണ എഴുതണം എന്നുള്ളതാണ്. എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡയഗ്രാം ഫുൾ മെജോറിറ്റി ഓഫ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വീക്കിലി എക്സാമിലൊക്കെ നിങ്ങളിപ്പോൾ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ അവിടെ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത്. ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഹാക്ക്, ബയോളജിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ബയോഹാക്ക്. ഇതിന്റെ ഫ്രണ്ട് പേജ് ഇതാണ്, ബാക്ക് പേജ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിൽ 45 ക്വസ്റ്റ്യൻസ് ആണ്, ബയോളജിയിൽ 45 ക്വസ്റ്റ്യൻസ് ആണ്. 45 മിനിറ്റിനുള്ളിൽ തീർക്കണം. ഫിസിക്സ് 1 ഹവറിനുള്ളിൽ അല്ലെങ്കിൽ 1 ഹവറിനുള്ളിലൊക്കെ തീർത്താൽ മതി. ഓക്കെ, അപ്പോൾ ബയോളജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും, അസേർഷൻ ആൻഡ് റീസൺ, ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ്, എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഇറക്കിയതാണ് ബയോളജിന്റെ ബുക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ വേറെ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക, ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് നമ്മൾ അഡീഷണൽ OMR നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും, കൊറിയർ ആയിട്ട് അയച്ചു തരും. ബുക്കിന്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നോട്ടിന്റെ ഒരു ആക്സസും കൂടി ഫ്രീ ആയിട്ട് തരും. അതൊക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തൊരു കാര്യമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വേണ്ടവർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഇതിന്റെ പ്രൈസും നല്ലൊക്കെ കുറവാണ്. അതായത് നിങ്ങളിപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അറ്റോമിക്സിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 399 ആണ്. ഇനർഷ്യയുടെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 549 റുപ്പീസ് ആണ്. ബയോഹാക്കിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 499 ആണ്. ഇത് 3 കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ 1249 ആണ്. പിന്നെ നിങ്ങൾക്ക് വേറെ ഏത് ബുക്കാണെങ്കിലും അങ്ങനെ കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ മതി. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം.